നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഡെഫിനിറ്റ്ലി അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അവർ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനും നിങ്ങളെ ടെലിപ്പതിക്കലി കണക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷം അവർ നിങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയിലാണ് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുന്നു എന്നുള്ള അമിതമായ ചിന്ത തന്നെ അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടാവാം. യെസ്, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കൊരു കാര്യങ്ങളും പറയാൻ കഴിയുന്നില്ല. അത്രയധികമായിട്ടുള്ള എന്താണ് തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത എന്തോ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റക്നെസ് ഉണ്ടായതിൻ്റെ റീസൺ ആയിരിക്കാം. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുമെന്നും ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടുള്ള പ്രണയം അതേ തീവ്രതയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളോടായി പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരു ഡോർ ഓപ്പൺ ആവുകയാണ് നിങ്ങൾക്കിടയിൽ. സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിക്ക് ഒരു മെൻ്റൽ റിലീഫ് കിട്ടുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു വേയിലൂടെ നിങ്ങളെ അവരുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ, സ്പിരിച്വൽ അട്രാക്ഷൻ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ഈ സെപ്പറേഷൻ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അത്രയധികം ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങൾക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം അതെല്ലാം മാറിപ്പോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോകാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ പല പ്രാവശ്യം ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. എന്തോ ഒരു ശക്തി നിങ്ങളെ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ആ ഒരു നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്. ഓക്കെ. ഓക്കെ. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന മെസ്സേജസ് നോക്കാം. Right now, I am realizing that I was selfish and immature. Please forgive me. I am sorry, sorry, sorry. Okay. ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം, പെരുമാറ്റമായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുക. അവർ ഒരുപാട് തവണ നിങ്ങളോട് സോറി പറയുന്നു. ഓക്കെ. ആൻഡ് I feel empty without you. I am changing and learning some hard lessons right now. Okay. ഇപ്പോൾ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിന് ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ്, ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യാണ്. അതുകൊണ്ട് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത്രയും ഒരുപാട് ഹാർഡ് ലെസൺസ് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇൻറ്റൻസ് ഡിസയർ ടു സീ യു. ഓക്കെ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജാണ്. അവർക്ക് നിങ്ങളെ കാണാൻ, നേരിൽ കാണാൻ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നുന്നുണ്ട്. ആൻഡ് ഐ കാൺട്ട് റെസിസ്റ്റ് എനിമോർ. ഇനിയും ഈ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല. ആൻഡ് ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ പോലും സംഭവിച്ചിട്ടുള്ളത്. ഐ കാൺട്ട് ഗിവ് യു ഫോൾസ് ഹോപ്പ്. തെറ്റായിട്ടുള്ള ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല.
ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിത്തൗട്ട് യു. അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാത്തതായിട്ടും നടക്കാത്തതായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഐ ഡോണ്ട് വിഷ് ടു ലോസ് യു. നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളെ നഷ്ടമാകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഐ വിൽ കോൾ യു സോൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും. നിങ്ങളെ ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടായിട്ട് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട്. മറ്റ് വ്യക്തികളിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ കണക്ഷൻ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്കായിട്ട്. ഓക്കെ, അതുകൊണ്ട് ഫ്യൂച്ചറിൽ രണ്ടുപേരും ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, മേ ബി കുറച്ച് പേർക്കെങ്കിലും ഈ പേഴ്സണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ നോ ഐ എം നോട്ട് ഡിസേർവിങ് യു. അവർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് പോലും തോന്നും. നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അവരുടെ പ്രണയത്തെക്കാളും തീവ്രമാണ്, സിൻസിയർ ആണെന്നൊക്കെ അവർ മനസ്സിലാക്കിയത് കൊണ്ടാവാം അവർ നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്, അത്രയും അവർക്ക് ആ തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. ഐ ആം കമ്മിങ് ടു ഗെറ്റ് യു. ഓക്കെ, നിങ്ങളെ നേടിയെടുക്കാൻ അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, നിങ്ങളെ നേടിയെടുക്കുന്ന സമയം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സാഹചര്യങ്ങളോട് അവർ പൊരുതിക്കൊണ്ടേയിരിക്കും എന്ന് പറയുകയാണ്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. അവരുടെ ലൈഫിന് തന്നെ ഒരു പ്രതീക്ഷ കൊണ്ടുവന്ന വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. വളരെ ഇമോഷണൽ ആയിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് എല്ലാം. ഐ കാൺട്ട് സീ യു ക്രൈയിങ്. ഓക്കെ, നിങ്ങളെ കരയിക്കാൻ ഒരുപാട് അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ കരയുന്നത് കാണാൻ പോലും അവർക്ക് കഴിയില്ല. ഓക്കെ, എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെന്റും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.